തൂക്കിക്കൊന്ന നമ്മുടെ ശങ്കരൻ കുട്ടിച്ചേട്ടന്മാൻ വാസുല്ലേ, ഇന്ന് ആരാണെന്നറിയാം? ബെൻസ് വാസു എന്ന് പറഞ്ഞാൽ അറിയുള്ളൂ. നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് ബെൻസ് കാർ കൊണ്ടുവന്ന പുള്ളിക്കാരനാ. അതുകൊണ്ട് റൗഡി വാസു ബെൻസ് വാസുവായി. വലിയ വലിയ വീടുകളിൽ നിന്ന് കല്യാണാലോചന വരുന്നത്. പക്ഷെ വാസുവിന് പെണ്ണിനെ വേണ്ട. എന്തു പറ്റി? പെണ്ണെന്ന് കേട്ടാലേ വാസുവിന് കലിയ. അതെ, സൗകര്യത്തിന് കിട്ടാത്തോണ്ട്. അങ്ങനെ കിട്ടിയാലും വാസുവിന് വേണ്ട. അച്ഛൻ തൂക്കിലേറേണ്ടി വന്നത് അമ്മയുടെ ദുർനടപ്പ് കൊണ്ടല്ലേ. ആ ഓർമ്മ വാസുവിന് സ്ത്രീ ഉദ്ദേശം മാറ്റി. പക്ഷെ ഇത്രയും നല്ല സ്വഭാവമുള്ള പണക്കാരനെ വേറെ കാണാൻ കിട്ടില്ല. എനിക്കൊരു 100 രൂപ അഡ്വാൻസ് ആയിട്ട് ഇട്ടേക്കൊള്ളായിരുന്നു. എന്താ? ഭാര്യക്ക് നല്ല സുഖമില്ല. രക്ഷപ്പെടാ, നീ മരുന്ന് കൊടുത്തില്ലെങ്കിലും രക്ഷപ്പെടൂടാ. നീ പറ്റു കൂട്ടണ്ട, ഞാൻ തരില്ല. പോകാ പോ. എന്താ തോമ? സാർ, എന്റെ ഭാര്യയ്ക്ക് നല്ല സുഖമില്ല. 100 രൂപ അഡ്വാൻസ് ചോദിച്ചിട്ട് കുറിപ്പേട്ടിന് തരാൻ പറ്റില്ല അത്രേ. അതുകൊള്ളാം. ഇവിടെ ജോലി ചെയ്യുന്നവർ ഇവിടെ നിന്നല്ലാതെ പിന്നെ എവിടുന്നാ വാങ്ങേണ്ടത്? തോമ ക്യാഷ് അവിടെ നിന്ന് വാങ്ങിച്ചോളൂ. തരില്ലാന്ന് പറഞ്ഞില്ലേ? വെറുതെ ശല്യം ചെയ്യാൻ പോകുന്നോ? എന്താ വായിച്ചോ? ഓ, മുതലാളിയുടെ പണം. അത് മുതലാളി പറയാൻ എനിക്ക് തരാൻ പറ്റുമോ? എന്നാ ഒരു വേഗം വാങ്ങിച്ചോ. ആ പിന്നെ വേഗം ചെല്ലോ, ആർക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കും. ചെല്ലോ ചെല്ലോ ചെല്ലോ. സാറേ, സാർ തീപ്പെട്ടി ബോക്സ് ഇല്ലേ? ഞാനും സ്മോക്ക് ചെയ്യാറില്ല. പക്ഷെ സാറിനെ കണ്ട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു പോവാ. കട്ട സാറിന്റെ നാട് കോതമംഗലല്ലേ? കോതമംഗലോ? ഏത് കോതമംഗലം? ഞാൻ കണ്ടിട്ടുണ്ടല്ലോ കോതമംഗലം. കോതമംഗലം നമ്മളെ കുര്യാക്കോസിന് അറിയില്ലേ? 2-3 ലോറി ഉണ്ട്, ഒരു ബസ് ഉണ്ട്. അന്നമ്മടെ ഭർത്താവ് അറിയില്ലേ? കുര്യാക്കോസ് റബ്ബർ എസ്റ്റേറ്റ്. ഹലോ, വാസു ഹിയർ. 2 ലോറി ഷീറ്റ്സ് പിടിച്ചെന്നു. ലൈസൻസ് ഉള്ളതാണല്ലോ. ബ്ലാക്കിൽ കൊണ്ടുവന്നതല്ലെന്ന് മനസ്സിലായി. പക്ഷേ ലോറി വിട്ടയക്കണമെങ്കിൽ നിങ്ങൾ നേരിട്ട് വന്ന് ഒപ്പിട്ട് തരണം. അങ്ങനെയാണ്. ഞാനിങ്ങോട്ട് വരാം. ഓക്കെ. വരുന്നാള് 350. കാശെടുക്കണോ? എന്റെ കയ്യിൽ കാശുണ്ടായിരുന്നു. കാശ് വേല കയ്യിലിരിക്കട്ടോ. തന്നെ പലരും ഞാൻ കണ്ടിട്ടുണ്ട് ഊണ് കഴിച്ചിട്ട് കാശ് തരാൻ പോകുന്നു. കാശിടോ കള്ളൻ. എന്നെ കള്ളൻ എന്ന് വിളിക്കരുത്. കാശെടുക്കണോ കള്ളൻ. എന്നെ കള്ളൻ എന്ന് വിളിക്കരുതെന്ന് പറഞ്ഞു. ഊണ് കഴിച്ചിട്ട് കാശ് കൊടുക്കാതെ പിന്നെ എന്റെ മോനാലയം തന്നെയാണോ നീ? ഞാൻ എന്നെ പാസ്സായതാണ് സാർ. ഒരു തൊഴിലിന് വേണ്ടി തല്ലാ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇന്ന് ഞാൻ 23ാമത്തെ ഇന്റർവ്യൂവിന് പോയിട്ട് വരികയാണ്. അതിനിടയിലാണ് ഇതൊക്കെ സംഭവിച്ചത്. നിങ്ങൾ കുറ്റക്കാരനല്ലെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ പരാതി കിട്ടിയാൽ ഞങ്ങൾക്ക് അന്വേഷിക്കാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. ശരി, നിങ്ങൾ പോവാം. താങ്ക് യു സാർ. നിൽക്കൂ. മിസ്റ്റർ വാസു. അല്ല, ഞാനെന്താ ഒപ്പിട്ട് തരണമെന്ന് പറഞ്ഞല്ലോ. ഇങ്ങേരോട് നിൽക്കാൻ പറഞ്ഞത് എനിക്ക് ആവശ്യമുണ്ട്. താങ്ക് യു. ഇതൊന്ന് ശരിയാണോ നോക്ക്. ഭയങ്കര കണ്ണിന്റെ നാറ്റം, ശ്രദ്ധിക്കാൻ വന്നിട്ട് വയ്യ. അതെ, ഞാനൊരു റൊട്ടി തിന്നു. അതാ റൊട്ടിയ. ഈ റൊട്ടിക്കകത്ത് ഈ പഴയന്മാരെ കള്ള് ചേർക്കുന്നുണ്ട്. പോട്ടെ, എന്തിനാ കള്ളം പറയുന്നത്? മോളെ, നല്ല ചേട്ടൻ കള്ളം പറയും. എനിക്ക് ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മ കാണുന്നതിന് മുമ്പ് നീ അതാ കൊടുത്തു.
പപ്പുവട്ടം കൊണ്ടുവന്ന ഈ ചോക്ലേറ്റിന് കയ്പാണ്. ചോക്ലേറ്റ് കഴിച്ച് എന്താ മാതിരി പറയുന്നത്? പപ്പുവട്ടന് പോക്കറ്റടിയിൽ ജോലിയെന്ന് എല്ലാവരും പറയുന്നത്. അയ്യോ, ആരെങ്കിലും കോളേജിൽ എനിക്ക് തലയുയർത്തി നടക്കാൻ പറ്റുന്നില്ല. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടു നീ വിശ്വസിച്ചത്? പപ്പോട്ട, ഞാൻ വിശ്വസിച്ചില്ല. എന്റെ ചേട്ടൻ കള്ളനാണെന്ന് ഞാൻ വിശ്വസിക്കുമോ? എന്റെ പൊന്നും പറഞ്ഞു വിശ്വസിക്കാതിരിക്കും. ഇത് മിസ്റ്റർ മധു. നമസ്കാരം. പുതിയതായി നമ്മുടെ വർക്ക്ഷോപ്പിന്റെ മാനേജറെ നിയമിച്ചിരിക്കുകയാണ്. കൂട്ടിക്കൊണ്ടുപോയി എല്ലാവരെയും പരിചയപ്പെടുത്തു. മധു സാർ, ഇത് കുറുപ്പ്. നമ്മുടെ വർക്ക്ഷോപ്പിന്റെ എല്ലാമാണ്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കുറുപ്പിനോട് ചോദിച്ചാൽ മതി. ശരി സാർ. ചെല്ലു. വരൂ. വരൂ. ഇന്ന് മുതൽ ഈ ഓഫീസിന്റെ എല്ലാ ഉത്തരവാദിത്വവും സാറിന്റെ ചുമതലയാണ്. അത് മുതലാളി ഇരുന്ന കസേരയാണ്. എനിക്ക് എല്ലാവരുടെ സഹകരണവും സ്നേഹം വേണം. പ്രത്യേകിച്ച് മിസ്റ്റർ കുറുപ്പിന്റെ ഉപദേശം അതിപ്പോഴേ മുതലായിരിക്കാം. ഞാൻ ഇവിടുത്തെ ക്യാരക്ടറാണെങ്കിലും മുതലാളി എന്നോട് ആലോചിക്കാതെ ഒന്നും ചെയ്യാറ്. മനസ്സിലായല്ലോ. സാർ എനിക്ക് സ്റ്റാഫിനെ പരിചയപ്പെടാം. മിസ്റ്റർ മോഹൻ, ടൈപ്പിസ്റ്റ്. നമസ്കാരം. മിസ്റ്റർ ബാലേന്ദ്രൻ, അക്കൗണ്ടന്റ്. ഡെസ്പാച്ച്. നല്ല കാറ്റും ഐശ്വര്യവും വെളിച്ചമുള്ള വീടാണ്. തൽക്കാലം സാർ ഇവിടെ തന്നെ താമസിക്കും. എനിക്ക് എവിടെയായാലും മതി. അത്ര വലിയ സൗകര്യമൊന്നും ആവശ്യമില്ല. എന്നാ ഞാൻ ഇറങ്ങട്ടെ സാർ? ശരി, മോഹം വയ്ക്കുള്ളൂ. നാളെ ഓഫീസിൽ വെച്ച് കാണാം. ശരി. I am free among things and pros and purpose. The finite is the true infinite, and love knows its truth. My girl, you are the spirit of all it is. I can never leave you. The finite is the true infinite, and love knows its truth. My girl, you are the spirit of all it is. The finite is the true infinite, and love knows its truth. My girl. കുട്ടി, അങ്ങനെയല്ല വായിക്കേണ്ടത്. ശരിക്കും വായിക്കും. The finite is the true infinite, and love knows its truth. My girl, you are the spirit of all that is. I can never leave you. ഇങ്ങനെയാണ് വായിക്കേണ്ടത്. പറ്റില്ല, ഇനി താമസിപ്പിക്കാൻ പറ്റില്ല. ഒട്ടും താമസിപ്പിക്കാൻ പറ്റില്ല എന്ന്. കാര്യം എന്താണെന്ന് പറയൂ കുറുപ്പേ. എന്റെ മോളെ അമ്മക്കുട്ടിക്ക് ചൊവ്വാദോഷമുള്ള ഒരു ജാതകക്കാരനെ തന്നെ കിട്ടി. എന്നാൽ പിന്നെ താമസിപ്പിക്കാൻ നടത്തിക്കൂടെ? നടത്താം. പക്ഷേ അതിനു മുമ്പ് മുതലാളിയുടെ കല്യാണം ഒന്ന് നടന്ന് കാണണമെന്നുണ്ടായിരുന്നു ഈ കുറിപ്പിന്. കുറുപ്പേ, ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം എന്നോട് സംസാരിക്കരുതെന്ന്. സ്ത്രീ അമ്മയായാലും ഭാര്യയായാലും എന്നെ സംബന്ധിച്ചിടത്തോളം വഞ്ചിക്കുകയാണ്.
നീ എന്തോർത്ത് നിൽക്കുക? അമ്മ, ഞാനൊരു പാഠം ബൈഹാർട്ട് ചെയ്യായിരുന്നു. എപ്പോ നോക്കിയാലും നിന്റെ ഒരു പഠിത്തം. പഠിച്ച് പഠിച്ച് നിന്റെ തല തിരിഞ്ഞു പോകത്തേ ഉള്ളൂ. അമ്മേ, ഒരു പാഠം മനസ്സിൽ പതിഞ്ഞു വരികയായിരുന്നു. മതി പഠിച്ചത്. വാ ഇങ്ങോട്ട് വാ. ഇന്നാണ് തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കേണ്ട ദിവസം. ഇതാണ് അവർ അധിപത്യത്തിന്റെ കണക്ക്. അല്പസ്വല്പമൊക്കെ കൂടുതൽ വായിച്ചിട്ടുണ്ട്. എന്നാലും അല്ലറ ചില്ലറ അഡ്വാൻസ് കൊടുക്കുന്നതിൽ നോ പ്രോബ്ലം. മുതലാളി വല്ലതും പറയൂ. പറയും. കൊടുത്തില്ലെങ്കിൽ ഇവിടുത്തെ പതിവതാ. ഇവിടെ മുതലാളിയെന്നും തൊഴിലാളിയെന്നും വ്യത്യാസമില്ല സാറേ. ഓഹോ, അങ്ങനെയാണോ? അപ്പൊ ഞാൻ സൈറ്റിലെല്ലാം ഒന്ന് കറങ്ങിയിട്ട് വരാം. കുറുപ്പേ, ഇന്ന് അയക്കാനുള്ള വണ്ടിയൊക്കെ റെഡിയാക്കിയത്. അതൊക്കെ എന്നോട് പ്രത്യേകം പറയണം. പിടിച്ച് പേരെന്താ? പേരിക്ക. പേരക്കയുടെ പേരെന്താന്ന് പറഞ്ഞില്ലല്ലോ. പേരെല്ലാം കുട്ടിയെന്ന് വിളിക്കട്ടെ. എന്റെ പേര് മാലതീന. എന്റെ പേര് മധു. മാലതിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ആ വീട്ടില് അച്ഛൻ, അമ്മ, എന്റെ വല്യേട്ടൻ, പിന്നെ ഒരു പെൺകുട്ടിയുണ്ട്. പെൺകുട്ടിയോ? ആ, മാലതിയിൽ ആരാ പെൺകുട്ടി? അത് ഞാൻ തന്നെയാ. അയ്യോ, ചേട്ടനിവിടെ കാത്തു നിൽക്കുകയായിരുന്നു. വല്ലവരും കാണും. കാണട്ടെ, എനിക്കെന്താ. മാലതി, എനിക്ക് മാലതിയോട് ഒരുപാട് സംസാരിക്കാനുണ്ട്. എനിക്ക് ഒരുപാട് കാര്യം പറയാനുണ്ട്. പക്ഷേ ഒരു സൗകര്യമില്ല. ഞാൻ ഒരു ഐഡിയ പറയട്ടെ. എന്താ? ഇന്ന് രാത്രി നീ വർക്ക്ഷോപ്പിൽ വരണം. അയ്യോ, ഞാനില്ല. വരില്ല? തീർച്ച? തീർച്ച. എന്നാൽ ഇന്നു മുതൽ നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഞാൻ നിന്നോട് സംസാരിക്കുമില്ല. അയ്യോ, എവിടെ പോന്നു? ഞാൻ കാത്തിരിക്കും. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഈ വണ്ടികളെല്ലാം ഇന്ന് കൊടുക്കാൻ തയ്യാറായില്ലേ? ഈ 2 വണ്ടി നയിക്കാം. ഓഹോ, ശരി. ഹലോ, കുറിപ്പല്ലേ? മധു വന്നില്ലേ? വന്നാൽ ഉടനെ അർജന്റായിട്ട് തിരുവനന്തപുരത്ത് പോയി അണ്ടർ സെക്രട്ടറി കാണാൻ പറയും. ഡെലിവറി ഞാൻ കൊടുത്തോളാം. പറഞ്ഞോളാം. അതെ, ഞാൻ പറഞ്ഞോളാം. മതി സാർ വന്നോ? ഇന്ന് വൈകുന്നേരം സാറിനോട് വളരെ അത്യാവശ്യമായിട്ട് ട്രിവാൻഡ്രം വരെ പോകണമെന്ന് മുതലാളി പറഞ്ഞിരിക്കുന്നു. 6 മണിക്ക് കാർ വീട്ടിൽ വരും. എനിക്ക് ചില എന്താ, പോവാൻ നല്ല വിരോധമുണ്ടോ? അല്ല, വിരോധം ഉണ്ടായിട്ടല്ല. എന്നാൽ അണ്ടർ സെക്രട്ടറി മിസ്റ്റർ പിള്ളയെ കണ്ടാൽ നമ്മുടെ ലൈസൻസ് കിട്ടും. മുതലാളി ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. നാളേക്ക് മാറ്റിവെച്ചൊരു കുറിപ്പ്. ഇന്ന് എനിക്ക് ചില പേഴ്സണൽ കാര്യങ്ങളുണ്ട്. തന്നെയുമല്ല, 7 മണിക്ക് 3-4 വണ്ടികൾ ഡെലിവറി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡെലിവറി ഒക്കെ മുതലാളി കൊടുത്തോളാമെന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ സാറിന് പോവാൻ വിഷമമാണെങ്കിൽ മുതലാളി തന്നെ പോകട്ടെ. ഞാൻ ഫോൺ ചെയ്ത് പറയാം. അത് വേണ്ട, ഞാൻ തന്നെ വയ്ക്കണം.